നമസ്കാരം. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അതിവേഗം ഉദിച്ചുയർന്ന രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തി ലൈംഗിക ആരോപണ വിവാദം ഉയർന്നിട്ട് നാളുകളേറെയായി. ഹൂ കെയേഴ്സ് എന്ന് നിസാരവൽക്കരിച്ച് പ്രതിരോധം തീർത്തുവെങ്കിലും പാർട്ടി നേതാക്കൾ രാഹുലിനെ തുടക്കത്തിലെ കൈവിട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് നേതാക്കളുമായി ആശയവിനിമയം നടത്തി പ്രചാരണത്തിലടക്കം സജീവമായ രാഹുൽ ഇനി പരാതി എവിടെ എന്ന ചോദ്യം ഉയർത്തി മാധ്യമങ്ങൾക്ക് ക്ലാസ് എടുക്കരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് അതിജീവിത. ഗർഭഛിദ്ര ആരോപണങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ടുള്ള ശബ്ദരേഖ പുറത്തുവന്നതിന് പിന്നാലെയാണ് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ യുവതി മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുമുണ്ട്. ഗർഭധാരണത്തിനും പിന്നീട് ഗർഭഛിദ്രത്തിനും നിർബന്ധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ആരോപിക്കുന്ന ശബ്ദരേഖയായിരുന്നു പുറത്തുവന്നത്. പെൺകുട്ടിയോട് പരിഹാസത്തോടെയും ക്രൂരമായും പ്രതികരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശബ്ദരേഖയും കേരളം കേട്ടതാണ്. പരാതിയുമായി യുവതി രംഗത്ത് വരുമ്പോഴും കുറ്റം ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് രാഹുൽ. ജനകീയ കോടതിയിലും നീതിന്യായ കോടതിയിലും സത്യം ജയിക്കുമെന്നും രാഹുൽ പറയുന്നു. അപ്പോഴും ചോദ്യങ്ങൾ നിരവധിയാണ്. ധാർമ്മിക കോടതിയിൽ ഒരു ജനപ്രതിനിധിയായ രാഹുലിന്റെ ചെയ്തികൾക്ക് എന്താണ് ന്യായീകരണം? രാഹുലിനെ പിന്തുണച്ചവർക്ക് ഇനി എന്താണ് മറുപടി? തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിലെ രാഹുകാലത്തിന് എന്താകും പരിഹാരക്രിയ? MLA ആയി രാഹുൽ തുടരും. രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി അസ്തമിച്ചു. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഇടത് സഹയാത്രികൻ, ശ്രീ B. റജി, കോൺഗ്രസ് സഹയാത്രികൻ, സക്രിയ ജോർജ്, റിട്ടയേർഡ് SP, ശ്രീ TK അശോക് കുമാർ, BJP നേതാവ്, സജ്ജന B. സജീവൻ, യൂത്ത് കോൺഗ്രസ് നേതാവ്, രാഹുൽ ഈശ്വർ, നിരീക്ഷകൻ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശ്രീ B. റജി, ഇടതുപക്ഷം ഇതാ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിയാണ് ആവശ്യപ്പെടുന്നത്. CPIM അക്കാര്യം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനടിസ്ഥാനമായി അവർ ഉന്നയിക്കുന്നത് ഇതുവരെയും പരാതി ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പരാതിയുമായി അതിജീവിത രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ നിരവധിയായ വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീ വിഷയവുമായി ഉൾപ്പെടെ. പക്ഷേ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു നടി ആരോപണവുമായി രംഗത്ത് വന്നതോടുകൂടിയാണ് പൊതുസമൂഹത്തിലേക്ക് ഇത് എത്തുന്നത്. പിന്നീട് കേരളം ഞെട്ടുന്ന ശബ്ദരേഖയടക്കം കേട്ടതാണ്. അപ്പോഴെല്ലാം പരാതി എവിടെ എന്ന പ്രതിരോധമുണ്ടായിരുന്നു. ആ പ്രതിരോധക്കോട്ട തകർന്നു വീണോ? നോക്കൂ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ധാർമ്മികത അങ്ങേയറ്റം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞാൻ വിശ്വസിക്കുന്ന ഇന്റർനാഷണൽ കോൺഗ്രസ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി വരുന്ന ഘട്ടത്തിൽ തന്നെ 3 തരത്തിലുള്ള നടപടികൾ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു. ഇന്ന് ഈ വിഷയം ഉണ്ടാകുമ്പോൾ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ അംഗം അല്ല, കോൺഗ്രസിന്റെ MLA അല്ല. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അംഗമല്ലാത്ത ഒരു MLAയുമാണ്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഒരു കേസിൽ ഒരു പരാതി ലഭിച്ചിരിക്കുന്നു. പരാതി സംബന്ധിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട ഗവൺമെന്റിനാണ്. അത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി അതിന്റെ ധാർമ്മിക നിലവാരം മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായ തുടർ നടപടികൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും സ്വീകരിക്കും. അതിൽ ഒരു തർക്കവുമില്ല. കാരണം സ്ത്രീ സമത്വത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളുടെ ഉന്നമനത്തിനും സ്ത്രീ സമത്വത്തിനും വേണ്ടി എക്കാലവും നിലകൊണ്ടിട്ടുള്ള മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പോലും ഇല്ലാതെ മാധ്യമങ്ങളിൽ ഒരു പരാതി ഉയർന്നു വന്ന ആദ്യ ഘട്ടത്തിൽ 24 മണിക്കൂർ തികയാൻ കാത്തു നിന്നില്ല. 11.5 മണിക്കൂർ, ഞാൻ മനസ്സിലാക്കുന്നു 12 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഒഴിയാൻ പാർട്ടി ആവശ്യപ്പെട്ടു. അത് പ്രകാരം അദ്ദേഹം രാജിവെച്ചു. അതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അതിലും പാർട്ടി നടപടി ഒതുക്കിയില്ല. മറിച്ച് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട MLA എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പദവി പ്രസ്ഥാനത്തിൽ നിന്നും മാറ്റി നിർത്തി. ശരി, താങ്കൾ പറയുന്നതെല്ലാം ആ ഘട്ടത്തിൽ പാർട്ടി സ്വീകരിച്ച നടപടികളാണ് എന്ന് പറയുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമടക്കം KPCCയുടെ മുൻ അധ്യക്ഷൻ നടത്തിയ പരാമർശം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. രാഹുലുമായി ബന്ധപ്പെട്ട വിഷയം താൻ പരിശോധിച്ചിരുന്നു, അപ്പോഴാണ് അദ്ദേഹം നിരപരാധിയാണ് എന്ന് മനസ്സിലായത്. ഇതായിരുന്നു
കെ സുധാകരന്റെ പ്രതികരണമായി പുറത്തു വന്നത്. KPCC അധ്യക്ഷൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ്. അതായത് രാഹുലിനെതിരെ കൂടുതൽ വിമർശനങ്ങൾക്കോ അല്ലെങ്കിൽ നടപടികളിലേക്കോ ഒന്നും പോകേണ്ടതില്ല എന്ന സമീപനം. VD സതീശൻ വളരെ കൃത്യമായി തുടക്കം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടാകുന്നു. പക്ഷേ ഇന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം കൃത്യമായൊരു മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറിപ്പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് സംഘടനാപരമായി നടപടി സ്വീകരിക്കുന്നു എന്ന് പൊതുസമൂഹത്തെ ധരിപ്പിക്കുകയും അതേസമയത്ത് നേതാക്കളുടെ പിന്തുണ പരോക്ഷമായെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചുകൊണ്ടുവരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീ റജി? ശ്രീ അഭിലാഷ്, ഒരിക്കലും അങ്ങനെയല്ല. കാരണം കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുൻ KPCC പ്രസിഡന്റ് അപ്പോൾ പറയുന്ന ഘട്ടത്തിൽ ഒരു ഫോർമലായിട്ടുള്ള പരാതി വന്നിട്ടില്ലായിരുന്നു. ഇവിടെ 83 ദിവസം മുമ്പാണ് കേരളത്തിൽ ഇത് സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി അന്വേഷിക്കുവാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ആ അന്വേഷണ സംഘത്തിന്റെ മുമ്പാകെ ഒരു പരാതി ഉയർന്നു വന്നിരുന്നില്ല. ആ ഘട്ടത്തിലാണ് ബഹുമാനനായ കേരളത്തിന്റെ KPCCയുടെ മുൻ പ്രസിഡന്റും MP-യുമായ ബഹുമാനനായ K സുധാകരൻ ഒരു പ്രതികരണം വരുത്തിയത്. അപ്പൊ ആ പ്രതികരണത്തിൽ തെറ്റ് നമുക്ക് ആ ഘട്ടത്തിൽ കണ്ടെത്താൻ കഴിയില്ല. ഇവിടെ ഒരു നിയമ നടപടിയിലേക്ക്, അതായത് കേരളത്തിലെ ആർക്കും ഒരു പരാതി ഉണ്ടെങ്കിൽ അതിന്റെ പോലീസ് നടപടികളിലേക്ക് സമീപിക്കാം. അതിന് ഒരു തർക്കവുമില്ല. തെറ്റുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിന് കോൺഗ്രസ് പാർട്ടിക്കോ ഏതെങ്കിലും കേരളത്തിലെ സമാധാന അന്തരീക്ഷത്തിൽ വിശ്വസിക്കുന്ന ആർക്കെങ്കിലും തർക്കമുണ്ടാകാൻ വഴിയില്ല. കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ള നിലപാടും അത്തരത്തിലുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ ഒരു രീതിയിലും ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ചെയ്യുന്ന ആരെങ്കിലും സംരക്ഷിക്കുന്ന സമീപനം കോൺഗ്രസിന്റെ തുടക്കകാലം മുതൽ ഈ പ്രസ്ഥാനം സ്വീകരിച്ചിട്ടില്ല. ഇപ്പോ ഒരു പരാതി ലഭിച്ചിരിക്കുന്നു, അത് സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന്റെ തുടർ നടപടികൾ സ്വീകരിക്കട്ടെ, അതല്ലേ അതിന്റെ മര്യാദ. പക്ഷേ ശ്രീ ബി തീർച്ചയായും അതാണ് അതിന്റെ സാങ്കേതികത്വം എന്നതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ താങ്കൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ നടപടികളിലടക്കം സജീവമാകുന്ന സാഹചര്യമുണ്ടാകുന്നു. അദ്ദേഹം പറയുന്ന ന്യായം എന്നത് താൻ കോൺഗ്രസ്സുകാരനായല്ല പ്രവർത്തിക്കുന്നത്, തൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച ആളുകൾ ഇപ്പോൾ മത്സര രംഗത്തുണ്ട്, അവർക്ക് പിന്തുണയർപ്പിക്കേണ്ടതുണ്ട്, അവർക്ക് വേണ്ടി വോട്ട് തേടുന്നു എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിനെ പോലെ ഒരു സംഘടനാ സംവിധാനത്തിന് രാഹുൽ മാങ്കൂട്ടവുമായി വോട്ട് തേടാൻ പോകരുത്, രാഹുൽ മാങ്കൂട്ടം ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തണം എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസിനില്ല എന്നാണോ പറയുന്നത്? ഇത്തരം മുട്ടാപ്പോക്ക് മറുപടികൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മനസ്സിലാകാതെ പോകുമോ? താനൊരു കോൺഗ്രസ്സുകാരനായിട്ടല്ല വോട്ട് തേടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം രാഹുൽ മാങ്കൂട്ടം വോട്ട് തേടുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ആ ഘട്ടത്തിൽ മാധ്യമങ്ങളോടടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചതുമാണ്. നോക്കൂ ശ്രീ അഭിലാഷ്, ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കൊപ്പം നടക്കുന്നു എന്ന് കരുതി അങ്ങനെയുള്ളവരെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു നിരോധനം ഏർപ്പെടുത്താൻ അവർക്ക് സാധിക്കുമോ? അദ്ദേഹം പാലക്കാട്ട് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ പരിചയപ്പെട്ടവരുണ്ടാകും, സുഹൃത്തുക്കൾ ഉണ്ടാകും. അവരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പോകരുത് എന്ന് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് പറയാൻ കഴിയുമോ? അദ്ദേഹത്തോട് പോകരുത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തോടൊപ്പം പോകരുത് എന്ന് അവിടെ സ്ഥാനാർത്ഥിമാരായിട്ടുള്ളവരോട് പാർട്ടിക്ക് പറയാൻ സാധിക്കും. പാർട്ടിയുടെ നിർദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നത് മുഴുവൻ നേതാക്കളും സ്വീകരിക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്വമേധയാ അദ്ദേഹം ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ഒപ്പം പോകുമ്പോൾ നിങ്ങൾ പോകാൻ പാടില്ല എന്നൊരു നിരോധനം ഏർപ്പെടുത്തുന്ന അത്തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി സ്വീകരിച്ചിട്ടുള്ളതായിട്ട് നമ്മുടെ അറിവിൽപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ ഇന്ന് 5 മണിക്ക് ശേഷമാണ് ഈ പരാതി വന്നത്. ഇനി ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കട്ടെ. പൊതുസമൂഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ പാർട്ടി നേതാക്കളും അതനുസരിച്ചുള്ള ശക്തമായ തുടർ നടപടികൾ വരുന്നതിനനുസരിച്ച് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാരണം ഈ പാർട്ടി വിശ്വസിക്കുന്നത് അങ്ങേയറ്റത്തെ ധാർമ്മിക നിലവാരം പുലർത്തുന്ന ഒരു ജനസമൂഹം കേരളത്തിൽ ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ സമൂഹം തന്നെ ശുദ്ധീകരിക്കപ്പെടണം, ആ ഒരു സ്ത്രീകളെ ബഹുമാനിക്കുന്ന അത്തരത്തിലുള്ള ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. സമൂഹത്തിന്റെ ശുദ്ധീകരണമാണ് കോൺഗ്രസ് പ്രസ്ഥാനം എക്കാലത്തും ആഗ്രഹിച്ചിട്ടുള്ളത്. ഇവിടെയും ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെട്ടാൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളുണ്ടല്ലോ, നമുക്ക് നിയമങ്ങളുണ്ടല്ലോ, കോടതിയുണ്ടല്ലോ, അവിടെ തെളിയിക്കുവാനും അത്തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമാകുകയും ചെയ്യുന്നതുവരെ അദ്ദേഹത്തിനും ഒരു പൗരൻ എന്നുള്ള നിലയിലുള്ള അവകാശം നമ്മൾ ഏത് സന്ദർഭത്തിലായാലും അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് അല്ലേ? ഒരു
ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ഉത്തരവാദിത്വമല്ലേ അത്? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിൽ ഒരു തർക്കവുമില്ല. തീർച്ചയായും പരിഷ്കൃത സമൂഹത്തിന്റെ നിയമ സംവിധാനങ്ങൾക്ക് അപ്പുറത്ത് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ആ പരിഷ്കൃത സമൂഹത്തിന്റെ ഉത്തരവാദിത്വം എന്നത് കഴിയുന്നത്ര അതിജീവിതയ്ക്ക് പറയാനുള്ളത് കേൾക്കുകയും അവരോടൊപ്പം നിൽക്കുകയും എന്നതാണ്. ഇവിടെ ഇതാ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധം എന്നത് ഈ ആരോപണം ഉയർന്ന പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, ഏതെങ്കിലും പരാതികളുടെ അടിസ്ഥാനത്തിലല്ല, അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ട ചില ശബ്ദ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം ചില ആളുകൾ ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്നുള്ളതാണ്, സംഘടനാപരമായ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളതാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഈ വിഷയത്തിൽ പുലർത്തേണ്ട ധാർമ്മികത ഇതിനോടകം തന്നെ പുലർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ MLA അല്ല എന്നുകൂടി പറയുന്നുണ്ട് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ആത്മാർത്ഥമായൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് അനുമാനിക്കാൻ സാധിക്കുമോ? മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ സമാനമായ ആരോപണങ്ങൾ നേരിടുകയോ നിലവിൽ കേസ് തന്നെ നിലനിൽക്കുകയോ ചെയ്യുമ്പോഴും ഈ MLA പദവികളിൽ ഒക്കെ തുടരുന്ന പശ്ചാത്തലവും ഉണ്ടല്ലോ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ. അഭിലാഷ് തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു വ്യക്തത ഉണ്ടായിരുന്നു. അതായത് ജനപ്രതിനിധികളുടെ ധാർമ്മികതയെക്കുറിച്ച്. ഞാനിതിനെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നമായിട്ട് തന്നെ കാണുന്നില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ MP വരെയുള്ള ജനപ്രതിനിധികൾ സമൂഹത്തിന് എപ്പോഴും മാതൃകയാവേണ്ടവരാണ്. അവരിങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടവരാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ, സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഒത്തിരി ഉണ്ടായിരിക്കുന്നു. ഈ ആരോപണം ഉണ്ടായപ്പോൾ കോൺഗ്രസ്സുകാരെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് ശരിയാണ്, പാർട്ടികൾ അദ്ദേഹത്തിന് പുറത്താക്കി എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഇവിടെ ഒരു ധാർമ്മികതയുടെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം അന്ന് പറഞ്ഞല്ല, എന്താ കോൺഗ്രസ്സുകാർ മൊത്തത്തിൽ പറഞ്ഞത്? നേരത്തെ ഇന്നും ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ ഞാൻ കണ്ടു, അദ്ദേഹം പറഞ്ഞെന്തെന്നറിയോ? ഇത് ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അതിനൊരു മറയായിട്ട് ഈ കേസ് വന്നിരിക്കുകയാണെന്നാണ് ഇന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഇന്ന് വൈകിട്ട് 5 മണിക്ക് ശേഷമുള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള അഴിമതികളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ, അഴിമതിയോടെ നിൽക്കുന്ന അഴിമതി അല്ലല്ലോ ഇത്, ഇങ്ങനെയുള്ള ആരോപണങ്ങളെ രാഷ്ട്രീയ നേതൃത്വം സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രവണതയുണ്ട്. അതിന് ഒരു പാർട്ടിയും അതിന് ചെയ്യാൻ പാടില്ല എന്ന അഭിപ്രായം, അത് ഇടതുപക്ഷമായിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും മറ്റു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നാലും. ഇപ്പോൾ ഒരു കണക്ക് വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിരവധി MPമാര് MLAമാര് ഇന്ത്യ മൊത്തത്തിൽ ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട്, സ്ത്രീ പീഡന കേസുകളുമായി ബന്ധപ്പെട്ട് പ്രതികളാണ്. പക്ഷെ അവരെയൊക്കെ അതാത് പാർട്ടികൾ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. നിരവധി MPമാരുണ്ട് ആ കേസിൽ പ്രതികളായിട്ടുള്ളവര്, MLAമാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, പല സ്ഥാനത്തിരിക്കുന്നവരുണ്ട്. കോൺഗ്രസിന്റെ തന്നെ കേരളത്തിൽ 3 MLAമാരുണ്ട് പ്രതിസ്ഥാനത്ത് ബലാത്സംഗ കേസ് ഉൾപ്പെടെ നിൽക്കുന്നവരും. അപ്പൊ അവരെയൊക്കെ അതായത് രാഷ്ട്രീയ പാർട്ടികൾ സംരക്ഷിക്കുന്നു. CPM അല്ലെങ്കിൽ ഇടതുപക്ഷവും മോശമൊന്നുമല്ലല്ലോ. താങ്കൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഈ ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയിരുന്നാലും BJP ആയിരുന്നാലും ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കുന്നത് പല രാഷ്ട്രീയ പാർട്ടികളും എടുക്കുന്ന ഒരു നിലപാടാണത്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് അഭിലാഷ്. അതായത് ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഒരു പ്രവണതയുണ്ട്. ഇവിടെ തന്നെ ഒരു സ്ഥാനാർത്ഥി, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായിട്ട് നിരവധി കേസുകൾ പ്രതിയാണ്, പണ്ട് കാപ്പയൊക്കെ ചുമത്തിയാണ്. പക്ഷെ ആ ചെറുപ്പക്കാരന്റെ പുറകിലാണ് ഇവിടെയുള്ള ചെറുപ്പക്കാർ കൂടുതലും. കാര്യം എന്താണെന്നറിയോ? അവൻ കുറച്ച് ഗുണ്ടയാണ്, കുറച്ച് കാശുമൊക്കെ ചെലവാക്കി അടിയും പിടിയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന എല്ലാവിധ ഈ പറഞ്ഞ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട്. അപ്പൊ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ഒരു ആവേശമാണ്. പണ്ടൊരു സ്ഥാനാർത്ഥി ഇവിടെ ഇലക്ഷൻ മത്സരിച്ചപ്പം അദ്ദേഹത്തിനെതിരെ ഇതുപോലെ ഒരുപാട് ആരോപണങ്ങൾ വന്നു. പക്ഷെ അയാൾ വൻപിച്ച് പുഷ്ടിയോട് ജയിച്ചു. ചെറുപ്പക്കാർ മൊത്തത്തിൽ അവരുടെ കൂടെ. അപ്പൊ അവർക്ക് ഇതൊരു ആവേശമാണ്. ഇങ്ങനെയുള്ള ഗുണ്ടാപ്പണികൾ കാണിക്കുക, ഇങ്ങനെയുള്ള അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുക. ഇതൊന്ന് സമൂഹം ഇതിനെയൊക്കെ ഇന്ന് നിയമവൽക്കരിച്ചിരിക്കുകയാണ്. അതാണ്, അവിടെയാണ് ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ ഈ ചോദ്യം ഉയരുന്നത്. താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചത് എൽദോസ് കുന്നപ്പള്ളിയുടെയോ M വിൻസെന്റിന്റെയോ ഒക്കെ കാര്യമാണെങ്കിൽ മറുഭാഗത്ത് മുകേഷും അല്ലെങ്കിൽ KB ഗണേഷ് കുമാറും ഒക്കെ ഇത്തരം ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട്. P ശശിയെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട പദവിയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ പദവിയിൽ ഇരുത്തിയിട്ടാണ് ഇനി MLA ആയി തുടരാൻ അവകാശമില്ല, എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്ന് MV ഗോവിന്ദൻ ആവശ്യപ്പെടുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതാണ് ധാർമ്മികത. മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നതിൽ ഇപ്പോൾ അധോലോകമല്ല,
കള്ളക്കടത്തുകാരുടേതാണ് ലോകം, അതിന് അധോലോകമല്ല, അതാണ് ലോകം എന്ന് മോഹൻലാൽ പറയുന്നത് പോലെ ഇപ്പോൾ ആര് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ ബലാത്സംഗ കേസിൽ പ്രതിയാകുന്നു, അവരാണ് ഇന്നത്തെ ഹീറോകൾ. അവരെയാണ് ഇന്നത്തെ സിനിമകൾ. ഇപ്പൊ ഏത് സിനിമയും കണ്ടതും അഭിലഷത്ത് കണ്ടുമൊക്കെ തുടക്കം മുതൽ അവസാനം വരെ മദ്യപാനം വ്യഭിചാരം കാണിക്കുന്ന സിനിമകളാണ്. അല്ലാത്ത സിനിമകൾ കാണാൻ ചെറുപ്പക്കാരില്ല. ഇപ്പോൾ സ്ഥിരമായിട്ട് OTT വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സിനിമകളും തുടങ്ങുന്ന തന്നെ മദ്യപാനം അല്ലെങ്കിൽ വ്യഭിചാരം, അവസാനിക്കുന്നത് അങ്ങനെ കൊലപാതകം. അപ്പം ഇത് രാഷ്ട്രീയത്തിൽ സമൂഹത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാര് സമൂഹത്തിൽ മാതൃകയാകേണ്ടവര് ആ മാതൃക സ്ഥാനം മാറ്റിവെച്ചുകൊണ്ട് ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നുണ്ട്. അവിടെയാണ് ശ്രീ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഇതാ വീണ ജോർജ് ഒരു FB അവർ സോഷ്യൽ മീഡിയ കുറിക്കുന്നു, പ്രിയപ്പെട്ട സഹോദരി തളരരുത്, കേരളം നിനക്കൊപ്പം എന്ന്. അതിന്റെ ഫുൾ സ്ക്രീനാണ് കാണുന്നത്. അതെപ്പോഴാണ് ഈ സഹോദരിയോട് തളരരുത് എന്ന് വീണ ജോർജിന് പറയാൻ പറ്റുന്നത് എന്നറിയാമോ? അത് വീണ ജോർജിന്റെ എതിർപാർട്ടിയിലുള്ള ആൾക്കെതിരെ ആരോപണം വരുമ്പോൾ മാത്രമാണ്. അതാണ് ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ താങ്കൾ ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഏത് അതിജീവിതയ്ക്ക് എങ്ങനെ നീതി കിട്ടും എന്നുള്ളതാണല്ലോ ചോദ്യമായി വരുന്നത്. ഇല്ല, ഇപ്പതാ നമുക്കറിയാലോ, ഇപ്പൊ അടുത്ത ആഴ്ചയിൽ മറ്റൊരു കേസിന്, കേരളത്തിൽ പ്രമാദമായ ഒരു കേസിന് വിധി പറയാൻ പോകുന്നു. ആ വിധി എങ്ങനെ താൽക്കാലികമായിട്ട് ട്രയൽ കോടതിയിൽ ഒരു പക്ഷേ ഒരു വിധി വന്നാൽ പോലും അത് മുകളിലേക്ക് പോകുമ്പോൾ ആ കേസ് ഹൈക്കോടതിയിലൊക്കെ ചെല്ലുമ്പോൾ എടുത്തു കളയും. അത് നിയമപരമായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. എന്തോ ആയിക്കോട്ടെ, അത് ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ആ കേസുകൾ തെളിവില്ലാതെ പോകും. പിന്നെ സെൻസേഷൻ ആയിട്ടുള്ള കേസുകൾ ജില്ലാ കോടതികൾ, ട്രയൽ കോടതികൾ പലപ്പോഴും ശിക്ഷിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കോടതികൾ നടപ്പിലാക്കുന്നത് നിയമമാണ്, നീതിയല്ല. നിയമം നടപ്പിലാക്കണമെങ്കിൽ വ്യക്തമായ തെളിവുകൾ വേണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു 10-15 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ വിഷയമുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതൊന്നും കോടതിയിൽ വരുമ്പോൾ അവിടെ എവിഡൻസ് ഇല്ല. അവിടെ വരുമ്പോൾ എവിഡൻസ് ഇല്ലാതെ വരുന്നു. നിങ്ങൾ ഈ പറയുന്ന വളരെ കൂടുതൽ പറയുന്ന നേതാക്കന്മാരെന്ന് പറയുന്നവരൊക്കെ കോടതിയുടെ മുന്നിൽ പ്രോസിക്യൂഷൻ നിസ്സഹാരായിട്ട് നിൽക്കും. ഞങ്ങളൊക്കെ കോടതിയിലേക്കുള്ള കേസുകൾ നടത്തുന്നവരാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ അവിടെ കോടതിക്ക് നിയമം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട വ്യക്തമായ തെളിവുകളാണ്. അപ്പോൾ നീതി നിഷേധിക്കപ്പെടുകയാണ്. ശരിയാണ്, ഇങ്ങനെയുള്ള അതിജീവിതകൾ കോടതിയിൽ വരുമ്പോൾ നീതി നിഷേധിക്കുന്നു. അവിടെ കോടതിയിലിരിക്കുന്നത് നീതിയുടെ ദേവതയല്ല, നിയമത്തിന്റെ ദേവതയാണ് കണ്ണും പൂട്ടിയിരിക്കുന്നത്. നിയമം നടപ്പിലാക്കണമെങ്കിൽ തെളിവുകൾ വേണം. കോടതിക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ സിനിമയുടെ കാര്യം പറഞ്ഞു, കോടതിക്ക് വ്യക്തമായിട്ട്. പക്ഷേ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, താങ്കൾ ഈ പറയുന്നത് പോലെ കോടതിയിലേക്ക് വരുമ്പോൾ നീതിയല്ല നിയമമാണ് പ്രധാനമെന്നത് വളരെ വസ്തുതാപരമാണ്. അത് ഒരു പക്ഷേ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പലർക്കും ഇപ്പോഴും ബോധ്യപ്പെടാത്ത ഒന്നാണ് എന്നതും വസ്തുതയാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൽ നിന്ന് മാറി ചിന്തിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വിലയിരുത്തുമ്പോഴെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് ചുരുങ്ങിയ പക്ഷം ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ഇപ്പോൾ MLA അല്ല എന്ന് പറയുക, തുടക്കം മുതൽ ഒരു നേതാവ് പോലും, ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, കഴിഞ്ഞ ദിവസം ആണ് വളരെ കൃത്യമായൊരു പിന്തുണയുമായി ഒരാൾ എത്തിയത്. അത് ശ്രീ സുധാകരനായിരുന്നു. സുധാകരനാകട്ടെ ഈ സൂചിപ്പിച്ചതുപോലെ ശ്രീ B. റജി പറയുന്നതനുസരിച്ചാണെങ്കിൽ 83 ദിവസങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നു എന്നതിനപ്പുറത്ത് ഒരു പരാതി പോലും ഉയരാത്ത പശ്ചാത്തലത്തിൽ മാത്രമാണ്. പക്ഷെ മറ്റു പാർട്ടികളുടെ സാഹചര്യം വിലയിരുത്തുമ്പോൾ അതുപോലുമല്ല. അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനോട് മാറി നിൽക്കാൻ പറയാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമാണ്. അപ്പോൾ ആ സാഹചര്യത്തെയല്ലേ രാഹുൽ മാങ്കൂട്ടം വരും ദിവസങ്ങളിൽ മുതലെടുക്കാൻ പോകുന്നത്? അതാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ അഭിമുഖം ഈ രാഹുലിന്റെ കേസ് വന്നതിന് ശേഷം ഉണ്ടായിരുന്നു. അദ്ദേഹം അതിന് ഒരു പരിധിവരെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, ഇടതുപക്ഷത്തിനെതിരെ ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതി ആരോപണങ്ങൾ വരുന്നു, അതിന് പുകമറയിടാൻ വേണ്ടി ഇങ്ങനൊരു കേസ് വന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ന്യായീകരിക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യങ്ങൾ അദ്ദേഹം പറയേണ്ടായിരുന്നുണ്ട്. രമേശ് ഇപ്പൊ കോൺഗ്രസിന്റെ കേരളത്തിലെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, ഉന്നതനായ നേതാവാണ്. അദ്ദേഹത്തിന് 5 മണി കഴിഞ്ഞുള്ള അഭിമുഖമായിരുന്നു, ഞാൻ കണ്ടതാണ്, അഭിലാഷം കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതാണ്, ശബരിമല കേസിന് തടയിടാൻ വേണ്ടി ഇടതുപക്ഷം കെട്ടിച്ചമച്ചു കൊണ്ടുവന്ന് ഈ പെൺകൊച്ചിനെ കൊണ്ട് ഇത്രയും ദിവസം കേസ് കൊടുക്കാതെ ഇപ്പോൾ കൊടുത്തു. അപ്പോൾ അതിനെ എന്താ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത്? അതിനെ സാധൂകരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നു, ശ്രീപീഡനങ്ങളെ ന്യായീകരിക്കുന്നു. ഇത് നേതൃത്വം ചെയ്യാൻ പാടില്ല. അതിലൊക്കെ ഉപരി ആ വ്യക്തി ഇത് ചെയ്യാൻ പാടില്ല. വ്യക്തിക്കല്ലേ ആദ്യമായിട്ട് ധാർമ്മികത വേണ്ടത്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെച്ചിട്ട് മാറി നിൽക്കണം. ഇത് പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യം വരാം, നിങ്ങളുടെ 3-4 MLA മാരില്ലയോ കൊണ്ട് ഞാൻ അതിനും ന്യായീകരിക്കുന്നില്ല. അവരും ഇത് എന്തേ രാജിവെച്ചോട്ട് മാറി നിൽക്കേണ്ടതാണ്. അതാണ് ശ്രീ അശോക് കുമാർ, അദ്ദേഹം BJPയുടെ പ്രതിനിധിയാണ്. ശ്രീ അശോക് കുമാർ, ഇതാ ഈ സൂചിപ്പിച്ചതുപോലെ ഇന്നും ഒരു പക്ഷേ മണിക്കൂറുകൾക്ക് മുമ്പ് ശബരിമല പോലെ ഒരു വിഷയമായിരുന്നു ഈ പ്രൈം ഡിബേറ്റും ചർച്ച ചെയ്യണം എന്ന് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വരുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ ആ കാര്യം ആണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതിയുമായി യുവതി എത്തുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. ഈ യുവതിയല്ല ആദ്യം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു പറയുന്നത്. അതിനു മുമ്പ് തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഒരാൾ
പരസ്യമായി പറയുന്നത് വരെ ആ വാർത്തകളുടെ ഉറവിടത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ വാർത്ത പുറത്തുവിടാൻ പറ്റില്ല. പിന്നീട് നമ്മൾ കണ്ടതാണ് മലയാളത്തിലെ ഒരു യുവ നടി തനിക്കുണ്ടായ തിക്താനുഭവത്തെക്കുറിച്ച് പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്നീട് പലരും ഇത് പാർട്ടിക്കുള്ളിൽ പലപ്പോഴായി നേരിട്ടിട്ടുള്ള സംഭവമാണ് എന്ന് പറയുന്നു. എന്തിനധികം പറയുന്നു, പാർട്ടിക്കുള്ളിലെ വനിതാ നേതാക്കളടക്കം കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്നു. ഒരു പക്ഷേ അല്പസമയത്തിനകം സജ്ജനെ ഈ ചർച്ചയുടെ ഭാഗമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോഴും പാർട്ടി സംരക്ഷിച്ചില്ല എന്ന പ്രതിരോധം തീർക്കുന്നു. ഇപ്പോഴിതാ ദിവസങ്ങൾക്ക് ശേഷം ഏതാണ്ട് 3 മാസത്തോളമായി ഇങ്ങനെയൊരു ശബ്ദരേഖ പുറത്തു വന്നിട്ട് ഇപ്പോഴാണ് ഒരു പരാതി അതിജീവിതം ഉന്നയിക്കുന്നത്. അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അത് ചെന്നിത്തല പറയുന്നത് പോലെ മറ്റു വിവാദ വിഷയങ്ങളെ മാറ്റി നിർത്തുന്നതിനുള്ള ഒരു തന്ത്രമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അതിനെ അങ്ങനെ കാണേണ്ട ഒരു കാര്യമല്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും ഇന്ത്യയിലെ രാജ്യത്ത് എല്ലായിടത്തും കോൺഗ്രസ് അപ്രസക്തമാകുമ്പോൾ കേരളത്തിൽ മാത്രം കോൺഗ്രസിനെ പിടിച്ചു നിർത്തുന്നതിന് കോൺഗ്രസ് കാലാകാലങ്ങളായി അവകാശപ്പെട്ടത് കേരളത്തിൽ കോൺഗ്രസിന് ഒരു യുവനിരയുണ്ട്, അല്ലെങ്കിൽ പുതിയ നേതൃത്വമുണ്ട്. ആ നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിനെ നിലനിർത്തുന്നത് എന്നൊക്കെയാണ്. അധികാരത്തിൽ നിന്ന് 10 വർഷമായി പുറത്തിരിക്കുമ്പോഴും കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്നാണ് അവകാശപ്പെട്ടിരുന്നത്. ഈ ഒരു കാര്യത്തിൽ ഇത് ആദ്യത്തെ പരാതിയല്ല. 4 മാസം മുൻപ് തന്നെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ഭരണഘടനാപരമായ പദവി അലങ്കരിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന് മുന്നിൽ വന്നിട്ടുള്ള പരാതിയാണ്. ആ പരാതി മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഈ തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഇരയുടെ പരാതിയാണ്. ആ ഇരയുടെ പരാതി പോലീസിനോ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിക്കോ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കോ കൈമാറാനുള്ള ഉത്തരവാദിത്വം VD സതീശനുണ്ട്. VD സതീശനും കോൺഗ്രസും അടക്കമുള്ള ആളുകൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ തരത്തിലുള്ള പ്രവർത്തികളുടെ ആദ്യത്തെ ഇര കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളുടെ വീട്ടുകാരും അടക്കമാണ്. തൃശ്ശൂരിലെയും കൊല്ലത്തെയും എറണാകുളത്തെയും ഒക്കെ പാലക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ കോൺഗ്രസുകാർക്കിടയിൽ വ്യാപകമായ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട്. പുറത്തു വന്ന ഓഡിയോകള്, പുറത്തു വന്ന മറ്റു മെസ്സേജുകള്, ഇതൊക്കെ കാണുമ്പോൾ നമുക്കിത് അറിയാം. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അറിവുള്ളതാണ്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും പോലീസ് സംവിധാനവും അത്ര മോശക്കാരൊന്നുമല്ല, അവർക്കും ഇതറിയാം. അപ്പൊ ഇരു മുന്നണികളിലും പെട്ടിട്ടുള്ള ആളുകൾ പരാതി വന്നിട്ടില്ല എന്ന സാങ്കേതികത്വത്തിൽ പിടിച്ചുകൊണ്ട് രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്ത് ഒരു ഘട്ടത്തിൽ. മറ്റൊരു കാര്യം, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുലിനെ കോൺഗ്രസിന് വേണ്ട, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ട. പക്ഷേ അത് പാലക്കാടത്തെ ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന് മാത്രമല്ല, വെല്ലുവിളി മുഴക്കിക്കൊണ്ട് വീണ്ടും പാലക്കാട് വരികയും വിവിധങ്ങളായ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ ഒപ്പം എപ്പോഴും കോൺഗ്രസ്സുകാരാണ് ഒപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ ഇടത്തും വലത്തും ചുറ്റിനും കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിലുള്ള മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നു. ഈ 4 മാസക്കാലം നമ്മൾ കണ്ടതാണ്. വരുന്നിടത്തെല്ലാം രാഹുലിനോടൊപ്പം അവിടെ ഒരു സംശയം ഉണ്ടാകുന്നുണ്ടോ? ഈ കോൺഗ്രസ് പറയുന്നത് പോലെ തന്നെ പ്രവർത്തിച്ചു എന്നാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വളരെ പെട്ടെന്ന് പാർട്ടിക്കുള്ളിൽ വളർന്നു വന്ന ഒരു നേതാവായിരുന്നു. വളരെ കൃത്യമായ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്നു. ആരാണ് പിന്തുണച്ചിരുന്നത് എന്നതൊക്കെ അറിയാം. പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു ഒഴിവ് വന്ന പശ്ചാത്തലത്തിൽ അവിടെ കൃത്യമായി സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നു. അവിടെയൊക്കെ കൃത്യമായി ചില നേതാക്കളുടെ പിന്തുണ ലഭിച്ചിരുന്നുവെങ്കിൽ ഈ സംഭവത്തിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയാണ് ആ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ സജീവമാകാൻ സാധിച്ചത്? ഹൂ കെയേഴ്സ് എന്ന് ചോദിച്ചാൽ അതേ രാഹുൽ മാങ്കൂട്ടം പിന്നീട് എവിടെയാണ് പരാതി എന്ന് ചോദിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാകുന്നു. അത് കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കളുടെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ഒന്നും പിന്തുണയില്ലാതെയാണ് എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അതില് കോൺഗ്രസ് അദ്ദേഹത്തെ വലം കൈ കൊണ്ട് തള്ളിപ്പറയുകയും ഇടത് കൈ കൊണ്ട് തലോടുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അതിന് ഉദ്ദേശം എന്താണ്? കോൺഗ്രസിനെ കേരളത്തിലെ ജനങ്ങളെയാണ്, സാധാരണക്കാരായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള പ്രത്യേകിച്ച് വിശിഷ്യ സ്ത്രീജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ്. സ്ത്രീജനങ്ങളുടെ വോട്ടിന്റെ അല്ലെങ്കിൽ അവരുടെ ധാർമ്മികതയുടെ ചൂട് നന്നായിട്ട് കോൺഗ്രസ് രാജ്യത്ത് എല്ലായിടത്തും അറിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോ അറിയാലോ, ബീഹാറിൽ ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജംഗിൾ രാജ് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീകൾ ഒറ്റക്കെട്ടായി നിന്ന് വോട്ട് ചെയ്തുകൊണ്ട് BJP അധികാരത്തിൽ കൊണ്ടുവരികയും ലാലുവിനെയും മകനെയും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് നാരി ശക്തിയെ കുറിച്ചാണ്. കേരളത്തിലെ സ്ത്രീകൾക്കും ഇതേ ശക്തിയുണ്ട്. ആ ശക്തിയെ ഭയപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിനെ
കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയത്. പക്ഷേ കോൺഗ്രസിന്റെ ഈ അധികാരത്തിന്റെയും പ്രതിപക്ഷ നേതാവിന്റെ ഈ ആളുകളുടെ ഇടനാഴിയിൽ കോൺഗ്രസ് ഉണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസുകാർ ഇദ്ദേഹത്തെ ഭയക്കുന്നു. രാഹുലിനെ പുറത്താക്കിയാൽ തങ്ങൾക്കെതിരെ അമ്പു കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നത് പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള പാലക്കാട് അടക്കമുള്ള മറ്റു കോൺഗ്രസ് നേതാക്കളുടെ സമാന രീതിയിലുള്ള സംഭവങ്ങളും കേസുകളും പൊതുമധ്യത്തിൽ വലിച്ചിഴക്കപ്പെടുമെന്ന ഭയമായിരിക്കാം കോൺഗ്രസിന് ഈ തരത്തിൽ രാഹുലിനെ സംരക്ഷിച്ച് ഒപ്പം നിർത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയത്. എന്തായാലും ഇതൊരു ധാർമ്മികതയുടെ വിജയമാണ്. കേരളത്തിലെ നാരീശക്തി, സ്ത്രീ ശക്തിയുടെ പ്രതിനിധിയാണ് ആ ഇരയുടെ പരാതി, ആ ഇരയോട് ചെയ്ത ക്രൂരത. ആ ക്രൂരത ചെയ്തതിനു ശേഷവും പൊതുമധ്യത്തിൽ പാലക്കാട് തല ഉയർത്തിക്കൊണ്ട് സിനിമാ താരങ്ങളെ അടക്കം ആളുകളെ വെച്ചുകൊണ്ട് പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുകയും ജനങ്ങളിലേക്ക് വീണ്ടും റീച്ച് ചെയ്യാം, താൻ ഇതിനെയൊക്കെ തരണം ചെയ്യുന്ന ആളാണ് എന്ന് കാണിക്കുക. ഇതൊന്നും കേരളത്തിലൊരു പ്രശ്നമല്ല. ഇതിന്റെ അപ്പുറത്തേക്ക് തനിക്ക് സാധിക്കും. തന്റെ രാഷ്ട്രീയ ഭാവി അധാർമികമായ പ്രവൃത്തി ചെയ്താലും കേരളത്തിൽ തന്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാണെന്നുള്ള മെസ്സേജ് നൽകാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം നടിമാരോടൊപ്പം ചെന്ന് റീച്ച് ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ കൈയടക്കുക. അപ്പൊ ഈ തരത്തിൽ കോൺഗ്രസ് ചെയ്യുന്നത് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. പുറത്താക്കാൻ തയ്യാറാകണം. മുഖ്യമന്ത്രിക്ക് എന്താണ് ഇതിനകത്ത് പ്രത്യേകമായ താല്പര്യം? മുഖ്യമന്ത്രിയും കോൺഗ്രസും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഇവർ കേന്ദ്രത്തിൽ ഒരേ മുന്നണിയുടെ ആളുകളാണല്ലോ. ഞങ്ങളും കേരളത്തിലെ പൊതുസമൂഹവും ഭയപ്പെടുന്നത് ഇവർ രണ്ടു കൂട്ടരും മുഖ്യമന്ത്രിക്ക് എന്താണ് ഇതിൽ പ്രത്യേക താല്പര്യം എന്ന ചോദ്യം എന്തുകൊണ്ടാണ് താങ്കൾ ഉന്നയിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇതിനു മുമ്പ് ഒരു പരാതിയുണ്ടോ? അല്ല, മുഖ്യമന്ത്രി ഇത് ഒതുക്കി തീർക്കുമെന്ന ഭയപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. ഇതൊക്കെ പറഞ്ഞാലും ഇതിനകത്തൊക്കെ പരസ്പരമായ ഒത്തുതീർപ്പുകൾ നടക്കും എന്നുള്ള ഭയാശങ്ക പ്രധാനപ്പെട്ട ഇടതു വലതു മുന്നണികൾക്കപ്പുറം നിൽക്കുന്ന ഞങ്ങൾക്കുണ്ട്. ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പരാതി കൂടി ഞങ്ങൾക്കുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതായത് സാങ്കേതികമായി ഇപ്പോഴല്ലേ ശ്രീ അശോക് കുമാർ ഒരു പരാതി ലഭിച്ചത്? അതിനപ്പുറത്ത് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി സാങ്കേതിക നടപടികളുമായി ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഒരു പോലീസ് സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇവിടെ ഒരു പരാതി ഉയർന്നിരിക്കുന്നു. ആ പരാതിയിൽ ഇനി എന്ത് എന്നതാണല്ലോ നമ്മൾ നോക്കിക്കാണേണ്ടത്. അല്ല, ഇതിലൊക്കെ ക്രിമിനൽ കേസുകളെ സംബന്ധിച്ചിടത്തോളം ഈ പരാതിയിലെ ഇരയെ തടയാനും ഇരയെ പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഒക്കെ ശ്രമിച്ച ധാരാളം ആളുകൾ കോൺഗ്രസ്സുകാരുണ്ട്. ഇവർക്കെതിരെയൊക്കെ നടപടി വരുമോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കണം. നമുക്കറിയാം ഈ തരത്തിലുള്ള കേസുകളിൽ ക്രിമിനൽ കേസുകൾക്ക് ഒപ്പം നിൽക്കുകയും അതിന് പിന്തുണ കൊടുക്കുകയും അവരെ ഹാർബർ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവർ പലതരത്തിലുള്ള പ്രഷർ ഇരയ്ക്ക് മുകളിൽ ചെലുത്തിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അതിനോടൊപ്പം ഉണ്ടായിരുന്ന കോൺഗ്രസ്സുകാരുണ്ട്. അവർക്കെതിരെയൊക്കെ നടപടി വരണം. ഇപ്പൊ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ കൊണ്ടുവന്നു. ഈ പേയ്മെന്റിനെ വളരെ ഭംഗിയായിട്ട് ഗൂഗിൾ പേ വഴി, ഗൂഗിൾ മെസ്സേജ് വഴി ഈ തരത്തിലുള്ള ചാറ്റുകൾ നടത്തിയ കോൺഗ്രസ്സുകാരാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ ശ്രീ സക്കറിയ ജോർജ് കൂടിയുണ്ട്. അദ്ദേഹം റിട്ടയർഡ് SP ആണ്. ശ്രീ സക്കറിയ ജോർജ്, ഇവിടെ വലിയ പരിധിവരെ രാഷ്ട്രീയമായി ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയാണ് എന്നതിൽ തർക്കമില്ല. പക്ഷേ എപ്പോഴും ശ്രീ അശോക് കുമാർ സൂചിപ്പിച്ചതുപോലെ കുറേ അധികം ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി എത്തുന്നത് നമ്മൾ കണ്ടതാണ്. സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെയൊക്കെ എത്തുന്നത് കണ്ടതാണ്. അതൊക്കെ വലിയ പബ്ലിസിറ്റി, ഒരു PR ആയി മാറ്റുന്നതും നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെയൊക്കെ വളരെ കൃത്യമായി PR വർക്കിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുമുണ്ട്. ഇവിടെ ഇതാ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഇങ്ങനെ തുടരുമ്പോഴും അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ച വസ്തുതകളുണ്ട്. അത് അദ്ദേഹം ഈ നടിയെ ആക്രമിച്ച കേസെന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷെ ഞാൻ അതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളാകട്ടെ, ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാകട്ടെ, അവിടെയൊക്കെ നീതി എന്നതിനപ്പുറത്ത് നിയമപരമായ ഒരു പോരാട്ടത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനമുണ്ട്, ആ നിയമത്തിന് തെറ്റായ ഒന്നും താൻ ചെയ്തിട്ടില്ല എന്നാണ്. ഇന്ന് ഈ പരാതിയുമായി യുവതി എത്തുമ്പോൾ പോലും പറയുന്നത് സത്യം ജയിക്കും എന്നാണ്. തൊട്ടു പിന്നാലെ ഒരു FB പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി വന്നു. അതിൽ ജനകീയ കോടതിയിലും നീതിന്യായ കോടതിയിലും തനിക്ക് വിജയമുണ്ടാകും എന്നാണ് പറയുന്നത്. അത് മറ്റൊരു ആത്മവിശ്വാസമല്ലേ? അത് ഈ പറയുന്നത് പോലെ ഒരു പ്രവൃത്തി ചെയ്തു എന്നോ അല്ലെങ്കിൽ തെറ്റായ പ്രവൃത്തി ചെയ്തില്ല എന്നോ ഒന്നുമല്ലല്ലോ അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. ശ്രീ സക്കറിയ ജോർജ്, നമ്മുടെ ഇവിടെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ കുറേ ആൾക്കാർ പ്രതിയോടൊപ്പം നിൽക്കും,
അതായത് വേട്ടക്കാരനോടൊപ്പം നിൽക്കും, കുറച്ചുപേരെ ഇരയോട് നിൽക്കും. അതിനകത്ത് സാമൂഹ്യ പ്രവർത്തകരുണ്ട് എന്ന് പറയാൻ, പൊളിറ്റീഷ്യൻസ് ഉണ്ട്, പിന്നെ രണ്ടു കൂട്ടത്തും നിൽക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പിന്നെ അഡ്വക്കേറ്റ്സും നിൽക്കാറുണ്ട്. ഇപ്പം ഇതൊക്കെ പലയിടത്തും ഇങ്ങനെ നിന്ന് എവിഡൻസ് എല്ലാം ടാമ്പർ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇരയ്ക്ക് കിട്ടേണ്ട നീതി യഥാസമയം കിട്ടേണ്ട രീതിയിൽ കിട്ടുന്നില്ല. ഇതൊരു പരമാർത്ഥമാണ്. പിന്നെ പലപ്പോഴും ഡിലേ ഉണ്ടാകുമ്പോൾ ബയോളജിക്കൽ എവിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പം 1984 ബ്രിട്ടീഷ് ലീസ്റ്ററിലുള്ള അലക് ജെഫ്രി അദ്ദേഹം DNA ഫിംഗർ പ്രിന്റിങ് കണ്ടുപിടിച്ചു. കൺക്ലൂസീവ് പ്രൂഫാണ്. അപ്പം DNA ടെസ്റ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ ബയോളജിക്കൽ എവിഡൻസ് വളരെ ഇന്നവിറ്റബിൾ ആണ്. അത് നഷ്ടപ്പെട്ടു പോകാതെ അന്നേരം തന്നെ കിട്ടണം. ഈ ഡിലേ വരുമ്പോൾ തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് പിന്നെ പ്രതികൾക്ക് കിട്ടും. കാര്യം അവർക്ക് തെളിവൊക്കെ കൊണ്ടുവന്ന് അവർക്ക് രക്ഷപ്പെടാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ട്. അപ്പം ഇത് പോലീസിനും വലിയൊരു ചലഞ്ചാണ്. കാര്യം താമസിച്ച് വന്നിട്ട് ഇപ്പം ഇവരാരും കൊച്ചുകുട്ടികളൊന്നുമല്ല. അപ്പം നമുക്കറിയാം, നഴ്സറി കുട്ടികൾക്ക് പോലും അറിയാം ഒരു ക്രൈം ഉണ്ടായി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന്. ഇത്രയും നാളായി പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നു. പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അപ്പോൾ നമുക്കറിയാം പല കേസുകളിലും ഈ ഹയർ ഓഫീസേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഇപ്പം ഞാൻ ചാനൽ കണ്ടതാണ് ADGP ലോ ആൻഡ് ഓർഡർ അവിടെ ചെന്നു എന്ന്. അദ്ദേഹം ഒരു മെസ്സഞ്ചറിൻ്റെ ജോലിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയാൽ ഫോർവേഡ് ചെയ്യുമ്പോൾ അത് ചെയ്താൽ മതി. പണ്ട് KJ ജോസഫ് സാറ് DGP ആയിരുന്നപ്പോൾ ഇങ്ങനൊന്നും ആരെയും പോകാനും സ്വാധീനിക്കപ്പെടാനും ഒന്നിനും അവരുടെ ഓഫീസിൻ്റെ അബ്യൂസൊന്നും ഉണ്ടാകാൻ അനുവദിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു ADGP പോകാൻ ധൈര്യപ്പെട്ടായിരുന്നെങ്കിൽ അദ്ദേഹം അക്കൗണ്ടബിൾ ആകും. ഇപ്പം ശ്രീ രവീന്ദ്ര ചന്ദ്രശേഖർ ആയതുകൊണ്ട് അദ്ദേഹം ഡൽഹിയിൽ നിന്നൊക്കെ വന്ന് ഇവിടെ മുഖ്യമന്ത്രിയൊക്കെ കണ്ടിട്ടാണ് ഈ പോസ്റ്റിംഗ് ഒക്കെ വാങ്ങിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഭരണവർഗത്തിൻ്റെ കൂട്ടത്തിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളനുസരിച്ചൊക്കെ നിൽക്കണം. അല്ലെങ്കിൽ ശ്രീ വെങ്കടേഷ് അവിടെ പോകില്ലായിരുന്നു. ഇൻ ദ മാറ്റർ ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്രോസിക്യൂഷൻ, എ പോലീസ് ഓഫീസർ ഈസ് നോട്ട് ദ സെർവൻറ്റ് ഓഫ് എനി വൺ but the save of the law itself. No minister of the crown or the court can tell him that he should prosecute this man or that one. എന്ന് ലോർഡ് ഡെന്നിങ്ങിൻ്റെ വളരെ മെട്രോപൊളിറ്റൻ വേഴ്സസ് ക്രൗൺ കേസിനകത്ത് വിധി വന്നിട്ടുണ്ട്. പോലീസ് ന്യൂട്രാലിറ്റി കാണിച്ചില്ലെങ്കിൽ പോലീസിൻ്റെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടും. അത് ഓൾറെഡി നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നത് പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് സുപ്രീം കോടതി അസിഗ്നിഗ്ധമായി പറഞ്ഞു. പോലീസ് ഹാവ് ബിക്കം മിയർ ടൂൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി അൺസ്ക്രൂപ്ലസ് പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തെ വളരെയധികം ദ്രോഹിക്കുന്നുണ്ട്. ഇതിപ്പം കോൺഗ്രസ്സുകാരുമുണ്ട്, BJPക്കാരുമുണ്ട്. BJPയിലെ നമ്മൾ കണ്ടല്ലോ ബ്രിജ്ഭൂഷണ് സ്പോർട്സുകാരെ പീഡിപ്പിച്ചത്, എന്നിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. എത്ര പേര് നടന്നു? അവരെ ഒരു വളരെ ലോങ് ഹങ്കർ സ്ട്രൈക്ക് വരെ അവർക്ക് നടത്തേണ്ടി വന്നു. എല്ലായിടത്തും ഇരകൾക്ക് നീതി കിട്ടുന്നില്ല. ഈ ഡിലേ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. മാത്രം ഡിലേ വന്നു, ബയോളജിക്കൽ എവിഡൻസ് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ AIMSലെ ഡോക്ടർ ദോഗ്രെ ആൻഡ് ശ്രീവാസ്തവയുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട് റേപ്പിനെ പറ്റി. റേപ്പ് ഹാർഡ് ടു പ്രൂവ് ആൻഡ് ഹാർഡർ ടു ഡിസ്പ്രൂവ്. ഇത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ ഇരകൾക്ക് ഒരല്പമൊക്കെ കിട്ടണം. കാര്യം അവർക്ക് ട്രോമയൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നാച്ചുറലി ചിലപ്പോൾ അവർ കുറച്ച് ദിവസത്തേക്കൊക്കെ വരാമായിരിക്കും. പക്ഷേ ഇത് ലോങ് ഡിലേ ആണ്. കാര്യം ഇപ്പം എത്രയോ മാസം കഴിഞ്ഞു. അപ്പം ഡിലേയുടെ കാര്യത്തിനകത്ത് പിന്നെ PB സുരേഷ് കുമാർ സാറിൻ്റെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്, പിന്നെ തങ്കപ്പൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ആ കേസിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഇവരുടെ മെന്റൽ സ്റ്റേറ്റിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതുകൊണ്ട് അല്പം ഡിലേ ആകാം. അതിൽ കോട്ട് ചെയ്തേക്കുന്നത് ട്രോമ ആൻഡ് റിക്കവറി എന്ന് പറഞ്ഞ പിന്നെ ജൂഡിത്ത് ലൂയിസ് ഹെർമാൻ്റെ ഒരു ആർട്ടിക്കിൾ വെച്ചുകൊണ്ട് ബുക്ക് വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് മെന്റൽ സ്റ്റേറ്റിനെ പറ്റി, അവർ സോഷ്യൽ സൈക്കോളജിസ്റ്റ് ആണ്, അവരിതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഇത്രയും ഡിലേ വരുമ്പം അത് പിന്നെ തീർച്ചയായിട്ടും അത് പലയിടത്തും സംശയം വരുന്നുണ്ട്. അവർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നില്ല. നേരത്തെ പരാതിയുണ്ട്, സോഷ്യൽ മീഡിയയിലെല്ലാം വന്നു കഴിഞ്ഞു. ഇതിന്റെ അർത്ഥം ഈ പറയുന്ന കുറ്റവാളി തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം സോഷ്യൽ മീഡിയയിലും അതായത് സാങ്കേതികമായി ഇനി മുന്നോട്ട് പോകുമ്പോൾ, നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ ഇത് അതിജീവിതയ്ക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, എല്ലായിടത്തും ഒരു ഗോഡ്സ് പിന്നെ മിറക്കിൾ കാണും. അതുകൊണ്ട് ഈ വോയിസ് പുറത്തു വന്നു. അത് വോയിസ് സ്പെക്ട്രോഗ്രാഫി ചെയ്താൽ മതി. അത് സെൻട്രൽ ഫോറൻസിക് ലാബ് ന്യൂഡൽഹിയില് പിന്നെ വോയിസ് സ്പെക്ട്രോഗ്രാഫി ചെയ്യാം. ഈ പറയുന്ന ഇരയുടെയും ഈ പ്രതിയുടെയും ശബ്ദം
സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ഫിംഗർ പ്രിന്റ് ഒക്കെ നോക്കുന്ന പോലെ തന്നെ ആ. കമ്പാരിസൺ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൺക്ലൂസീവായിട്ട് അത് എവിഡൻസ് കിട്ടും, DNA പോലെ തന്നെ. എന്തായാലും പക്ഷേ ഡിജിറ്റൽ തെളിവുകൾ അടക്കം അതിജീവിത കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം വാല്യുബിൾ ആണ് എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയില്ല. അല്ല, അതിന് പലപ്പോഴും സുപ്രീം കോടതിയിൽ നിന്നൊക്കെ ചില വിധികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷിംഗ് ആയിട്ട് വരുന്ന വിധികളുണ്ട്. അതൊക്കെ പിന്നീട് വക്കീലന്മാര് ഇവരുടെയിലൊക്കെ പൈസ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ അവര് കാശൊക്കെ കൊടുത്ത് വക്കീലിനെ കൊണ്ട് ഒരു ക്ലൗഡ് ഓഫ് ഡൗട്ട് ഉണ്ടാക്കി ഇവരൊക്കെ രക്ഷപ്പെടും. പക്ഷെ ഇപ്പോഴ് ഒരു സന്ദർഭവശാൽ ഒരു കേസിന്റെ കാര്യം പറഞ്ഞ് അടുത്തിടെ വരുന്ന ഒരു കേസിനെ പറ്റി പറഞ്ഞു. അപ്പം അത് പ്രിമച്ചുറായിട്ട് വന്ന ഒരു കമന്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ആ കേസിനകത്ത് പ്രീവിയസ് കോണ്ടാക്ട് ഓഫ് ദി അക്യൂസ്ഡ് ഉണ്ട്, അവിടെ ക്രിമിനൽ ആക്ടിനകത്ത് ഡീറ്റെയിൽ എവിഡൻസ് ഉണ്ട്, അത് കഴിഞ്ഞ് സബ്സീക്വന്റ് കോണ്ടാക്ട് ഉണ്ട്, അതിനകത്ത് ഡീറ്റെയിൽ എവിഡൻസ് നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ശാസ്ത്രം ഇതിനൊക്കെ അപ്പുറത്ത് സഞ്ചരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ മേളിൽ സഞ്ചരിക്കുന്ന പറക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സയൻസ്. അതുകൊണ്ട് കുറ്റവാളികളെല്ലാം രക്ഷപ്പെട്ടു പോകാം, എന്തും കാണിക്കാം, വക്കീലുണ്ട്, പണമുണ്ട്, എന്തും ചെയ്യാന്നുള്ള ഒരു ധാരണയിൽ നിന്ന് മാറിയിട്ട് ഇന്നിപ്പോ ഹോർത്തൂസിന്റെ അവിടെ മമ്മൂട്ടി പറഞ്ഞ പോലെ സ്നേഹവും പിന്നെ സഹവർത്തിത്വം ആയിരിക്കണം പിന്നെ നമ്മുടെ സാമൂഹ്യമായ പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് അദ്ദേഹം പറഞ്ഞു. ആരെയും പീഡിപ്പിക്കാതെ മര്യാദയ്ക്ക് ജീവിക്കാനായിട്ട് നമ്മുടെ സമൂഹത്തിന് കഴിയട്ടെ എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. തീർച്ചയായും അതിന് ചുരുങ്ങിയ പക്ഷം ജനപ്രതിനിധികളെങ്കിലും തയ്യാറാകേണ്ടതല്ലേ എന്നതാണല്ലോ ശ്രീ ബി റജി പ്രസക്തമാകുന്നത്. അതായത് സാധാരണക്കാരായ ആളുകളുമായി ഇങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയാണ്. അത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ഞാൻ MLA ആയാൽ നിങ്ങളെ സേവിച്ചു കൊള്ളാമെന്നും അത് നിഷ്പക്ഷമായി ചെയ്തു കൊള്ളാമെന്നും ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനത്തിന് താൻ വഴങ്ങില്ല എന്നും പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു ഉറപ്പാണ്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടം വീണ്ടും ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നത്. നിയമപരമായി ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോയേക്കാം, നീതി ലഭിക്കണം അതിജീവിതയ്ക്ക് എന്ന ഒരു നിർബന്ധവുമില്ല. ഇപ്പോൾ പോലും ഈ സാങ്കേതിക തെളിവുകൾ നൽകി എന്ന് പറയുമ്പോൾ പോലും അത് നിലനിൽക്കുമോ എന്നതിൽ അവ്യക്തതയുണ്ട്. പക്ഷേ ഒരു ജനപ്രതിനിധി ഈ നിലയിലാണോ പെരുമാറേണ്ടിയിരുന്നത്? സ്ത്രീകളുമായി ഈ നിലയിലാണോ ഇടപെടേണ്ടത്? അപ്പോൾ സ്ത്രീകളെ തന്നെ ഏത് തരത്തിലായിരിക്കും ഈ ജനപ്രതിനിധി അഭിസംബോധന ചെയ്യുന്നത്? ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടെയാണല്ലോ ഇനി MLA ആയി തുടരുക എന്നത് ഉചിതമായ ഒന്നാണോ എന്ന ചോദ്യമുയരുന്നത്. ശ്രീ ബി റജി, അഭിലാഷ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ള മൊത്തത്തിലുള്ള മൂല്യച്യുതിയുടെ ഭാഗമായി സംഭവിക്കുന്നതാണ്. ഇതിനെ ഒരു പൊളിറ്റിക്കലായി നമ്മൾ ഏകപക്ഷീയമായി ഒരു ചൂണ്ടുപലക വെച്ചിട്ട് വിശകലനം ചെയ്യുമ്പോഴാണ് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൊണ്ട് ക്രൂശിക്കാമെന്നോ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൊണ്ട് അത് തമസ്കരിക്കാമെന്നോ ഉള്ള ഒരു ചിന്ത കടന്നുകൂടുന്നത്. ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞത് തന്നെയാണ് അതിന്റെ കറക്റ്റ്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഇത്തരത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ധാർമ്മികമായി ചില സമയങ്ങളിൽ അപഭ്രംശം സംഭവിച്ചിട്ടുള്ളവരുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, ഇന്ന് ഈ കേരള നിയമസഭയിലെ LDFന്റെ ഭാഗമായിരിക്കുന്ന മുകേഷ് അദ്ദേഹത്തിനെതിരെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ മന്ത്രിമാരുണ്ട്. അതുപോലെ BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിന് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ആവശ്യപ്പെടാൻ കഴിയുമോ? അവരുടെ ഭാഗത്തും ധാർമ്മികമായ മൂല്യച്യുതികൾ ഉണ്ടായിട്ടില്ലേ? നോക്കൂ, കർണാടകത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പ ഒരു പോക്സോ കേസിലെ പ്രതിയാണ് അദ്ദേഹം. അതുപോലെ ഈ ബ്രിജ്ഭൂഷന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. എത്രയോ പേര്, ഡസൻ കണക്കിന് ഒരു ഉദാഹരണങ്ങൾ നമ്മൾക്ക് ഇവിടെ എടുക്കാം. പക്ഷേ അതിനെയൊക്കെ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ധാർമ്മികമായ ഔന്നത്യം പുലർത്തുന്ന ഒരു സമൂഹമായി നമ്മൾ മാറണമെങ്കിൽ അതിനെ ഉള്ള നീതിന്യായ വ്യവസ്ഥകളിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കണം. ഇവിടെ നോക്കൂ, ഇവിടെ ഈ പെൺകുട്ടിക്ക് അത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പോലീസിനെ സമീപിക്കാം, നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളെ സമീപിക്കാം. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്നതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ഇത്തരത്തിലൊരു പരാതി സമർപ്പിക്കുവാൻ വേണ്ടി ഒരു ഡ്രാമ പോലെ അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കത്തക്ക തരത്തിൽ ചെയ്യേണ്ടത്? ഇവിടെ ഈ SIT രൂപീകരിച്ചിട്ട് തന്നെ 82 ദിവസം കഴിഞ്ഞിരുന്നില്ലേ? അവിടെ സമീപിക്കാമല്ലോ, അല്ലെങ്കിൽ പോലീസിൽ കൊടുക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലേക്ക് ഇതിനെ വലിച്ചിഴക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നോക്കൂ, കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്താണ്? ഈ സ്വർണ്ണക്കൊള്ളയല്ലേ? ശബരിമലയിൽ വിശ്വാസപൂർവ്വം അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്ന ഒരു ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ ചുമതല വഹിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർ
കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കവർന്നെടുത്ത് സ്വർണ്ണക്കൊള്ള നടത്തിയിരിക്കുന്നു. കേരളീയ സമൂഹം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ചർച്ചകൾ പുറം ലോകം അറിയരുത്. ഒരുപക്ഷെ ഞാൻ ഈ പെൺകുട്ടിയെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അവർക്കുണ്ടായ ദുരനുഭവത്തിനോട് ചേർന്ന് നിൽക്കുകയോ ചെയ്യുന്ന പക്ഷത്തിലുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഏതെങ്കിലും തരത്തിൽ അതിനൊരു വിമർശനാത്മകമായി അതിനെ സമീപിക്കാൻ ഇടവരാത്ത രീതിയിൽ അതൊരു പരാതിയുമായി പോകാമായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം മുതലേ പറയുന്നത് എന്താണ്? ഇത്തരത്തിൽ ഏതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിനെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുമായി ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് നമുക്കിവിടെ വ്യക്തമായ ഒരു നീതിന്യായ സംവിധാനമുണ്ട്. അവിടെ ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ശ്രീ സജ്ജന കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്, യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയാണ്. സജ്ജന, ഇവിടെ ഇതാ രമേശ് ചെന്നിത്തലയെ പോലെയുള്ളവർ പറയുന്നത് സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയായി നിൽക്കുന്ന ഒരു സമയമാണ്, തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. എന്തുകൊണ്ട് അതിജീവിത ഇത്രയും നാൾ പരാതി നൽകിയില്ല? ഈ ഒരു പ്രത്യേക സമയത്ത് പരാതിയുമായി വരുന്നു. അതിനു മുമ്പ് തന്നെ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അവർക്ക് മുന്നിലേക്ക് അതിജീവിതയ്ക്ക് പോകാമായിരുന്നു. പക്ഷേ അതിജീവിത മുഖ്യമന്ത്രിയെ കാണുന്നു. അതിലൊക്കെ ഒരു ഡ്രാമ ഫീൽ ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് ഈ കാര്യത്തിൽ മനസ്സിലാകുന്നത് ഒരു ഡ്രാമ ഫീൽ ഉണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യത്തിലേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ, ഈ ആരോപണം 3 മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇങ്ങനെയൊരു ആരോപണം വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതൊന്ന് നിഷേധിക്കാനോ അതൊന്ന് തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം വന്നതിനെതിരെ ഒരു നിയമ നടപടിക്ക് പോകാനോ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ ഇത്രയും നാൾ പരാതിയില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ ഇപ്പോൾ പരാതി വന്നതിന് ശേഷം അതിൽ മറ്റെന്തെങ്കിലും പറഞ്ഞൊഴിയുന്ന ഈ പരാതിയിലെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതം എന്നുള്ളതാണ് കാര്യം. ഞാൻ എന്റെ പരാതിയിൽ AICCക്ക് ഞാൻ നൽകിയ പരാതിയിൽ ഉന്നയിച്ചിരുന്നത് പോലെ തന്നെ അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി പോലെ ഒരു നേതാവ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു കേരളം പോലൊരു സംസ്ഥാനത്തിൽ അത്രയും രാഹുൽ ഗാന്ധി ആകട്ടെ അദ്ദേഹം ഒക്കെ വളരെ കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്രയും ഒരു ആരോപണവും പരാതിയും ഒക്കെ നേരിടുന്ന ഒരു വ്യക്തിയെ കോൺഗ്രസിന്റെ MLA ആയി തുടർന്നു പോകുന്നതിലും അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ തന്നെ വെച്ച് പൊറുപ്പിക്കുന്നതിലും ഒക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് വരും കാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതിന് തടയിടുന്നതിലേക്കായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ ഇപ്പോൾ അടിയന്തരമായി ഈ മെമ്പർഷിപ്പ് തന്നെ അദ്ദേഹത്തിന്റെ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നുള്ളതാണ് എന്റെ ഒരു നിലപാടായിട്ട് ഞാനിവിടെ പറയുന്നത്. ശരി, അങ്ങനെയെങ്കിൽ സജിത, എന്റെ സംശയം ഉണ്ടാകുന്നത് ഇപ്പോൾ തന്നെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തനിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക് വേണ്ടി താൻ രംഗത്തിറങ്ങുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഈ പാർട്ടിയുടെ പിന്തുണയില്ലാതെ, പാർട്ടിയിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയെങ്കിലും പിന്തുണയില്ലാതെ, കൃത്യമായി സ്വാധീനശേഷിയുള്ള നേതാക്കളുടെ പിന്തുണയില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പുറത്തിറങ്ങാൻ സാധിക്കുമായിരുന്നോ? അപ്പോൾ ഒരു ഭാഗത്ത് പാർട്ടി തന്നെയല്ലേ സംരക്ഷിച്ചു നിർത്തിയത് രാഹുലിനെ? ഈ കാര്യത്തിൽ ഒരിക്കലും പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. എന്താണെന്ന് വെച്ചാൽ, ഈ അടിയന്തരം ഈ ഒരു ആരോപണം നേരിട്ട് ഉടനടി തന്നെ മറ്റേത് പാർട്ടിയും കൈക്കൊള്ളുന്നതിനേക്കാൾ മികച്ച രീതിയിൽ മാതൃകാപരമായ നടപടിയെടുക്കലായിരുന്നു സസ്പെൻഷനിലേക്ക് മാറ്റുക എന്നുള്ളത്. വളരെ മാതൃകാപരമായ ഒരു കാര്യം കോൺഗ്രസ് പാർട്ടി കൈക്കൊണ്ടിരുന്നതാണ്. മറ്റു പാർട്ടികളിൽ ആരോപണമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പോഴും തുടർന്നു പോകുന്ന പല MLA മാരും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർട്ടി അന്ന് തന്നെ തള്ളി പറഞ്ഞിരുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ അദ്ദേഹം ഇറങ്ങി വന്നതിനെയാണ് നമ്മളിപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. പാർട്ടിയുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് ഒരു രീതിയിലുമുള്ളൊരു പ്രൊട്ടക്ഷൻ ഇതുവരെയും പാർട്ടി നൽകിയിട്ടില്ല. പക്ഷേ നമുക്ക് അംഗീകരിക്കേണ്ടുന്ന ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വേഗം തന്നെ പോപ്പുലറായ ഒരു നേതാവാണ്. അപ്പോ അദ്ദേഹത്തിന് എന്തും സാധിക്കും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കടന്നുകൂടിയതാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത്. ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ പോലും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പൊതുകാര്യങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് പങ്കെടുക്കാം. പക്ഷേ അങ്ങനെയാണോ? അതായത് കോൺഗ്രസിന്റെ ലേബലിൽ മത്സരിച്ച് വിജയിച്ച ഒരാളാണ്. അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധി ആ സമൂഹത്തോട് പുലർത്തേണ്ട നീതിയുണ്ട്. അവിടെ ഈ സ്ത്രീകൾക്ക്
പ്രത്യേകമായി പരിഗണന നൽകേണ്ടതൊന്നും ഒരു MLA-യുടെ ഉത്തരവാദിത്തമല്ല. അവിടെ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ വൈകൃതം എന്ന് തന്നെ പറയാമല്ലോ. ഈ സ്ത്രീകളുമായി ഇങ്ങനെ അടുപ്പം പുലർത്തുക, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നിരന്തരമായി മെസ്സേജ് ചെയ്യുക സ്വാഭാവികമല്ലേ സജന? അവിടെ അത്തരക്കാർക്ക് കൂടുതൽ പരിഗണന ലഭിക്കുമെന്നുള്ളതും അതൊരു പക്ഷപാതപരമായ നിലപാടിലേക്കൊക്കെ കടക്കുമെന്നുമുള്ളത്. അപ്പോൾ അവരെ എന്തിനാണ് ആ ജനങ്ങൾ, താങ്കളുടെ പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച ഒരാളെ ജനങ്ങൾ സഹിക്കേണ്ടത്? ഇത് നോക്കൂ, ഞാനിപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹത്തെ രാജിവെക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ് ആവശ്യപ്പെട്ടില്ല? ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്നതല്ല ചെയ്തിരുന്നത്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നെ അതിനുശേഷമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ആ യുവതി അന്നേ പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ചോദ്യം നമുക്ക് പ്രസക്തമായിരിക്കില്ല. കാര്യം അദ്ദേഹത്തിനോട് അന്ന് തന്നെ രാജി അത് ശരി, അത് താങ്കൾ പറഞ്ഞു ശരി. ഇതാ MV ഗോവിന്ദൻ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇനി MLA സ്ഥാനത്ത് തുടരരുത് എന്ന്. എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന് വരും ദിവസം KPCC അധ്യക്ഷൻ പറയുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു പരാതി വന്ന പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ പറയുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ ഒരു വിഷയത്തിൽ രാഹുൽ രാജിവെക്കുക, MLA സ്ഥാനം രാജിവെക്കുക മാത്രമല്ല ചെയ്യേണ്ടുന്നത്. ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചതുപോലെ തന്നെ അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കുക തന്നെ ചെയ്യണം. അദ്ദേഹത്തെ ഈ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ തന്നെ പുറത്താക്കി ഒരു കോൺഗ്രസ്സുകാരൻ മാതൃക കാണിക്കേണ്ടുന്ന ഒരു ജനപ്രതിനിധി എങ്ങനെയാകണം എന്ന് മാതൃക കാണിക്കേണ്ടിടത്ത് എങ്ങനെ ആകരുത് എന്നതിനുള്ള ഉത്തമ ഉദാഹരണമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുമ്പോൾ അതുപോലുള്ള ഒരാളെ ഈ പാർട്ടിയിൽ ഇനിയും വെച്ചു പൊറപ്പിക്കുന്നത് ഈ പാർട്ടിക്ക് നാളുകളിൽ വരും കാലങ്ങളിൽ ദോഷകരമായി മാറുമെന്നുള്ളത് നേതാക്കൾക്ക് ഉത്തമമായ ബോധ്യമുണ്ടാകും. ആ ഒരൊറ്റ ബോധ്യത്തിൽ അവിടെയാണ് സജന എനിക്ക് സംശയമുണ്ടാകുന്നത്. താങ്കൾ ഇത്രമേൽ ശക്തിയുക്തമായി ഇത് പറയുന്നത് രാഹുലിനെതിരായ ആരോപണം വസ്തുതാപരമാണ് എന്നും അത് ഒന്നിലധികം ആളുകൾക്കുള്ള ആക്ഷേപമാണ് എന്നും താങ്കൾക്ക് ബോധ്യമുള്ളത് കൊണ്ടല്ലേ? ചോദ്യം ഒന്നുകൂടെ. അതായത് രാഹുലിനെ പടിയടച്ച് പിണ്ടം വെക്കണമെന്ന് താങ്കൾ പറയുന്നത്, താങ്കൾ ഒരു വനിത കൂടിയാണ്, ആ താങ്കൾക്ക് ഇത്തരം തിക്താനുഭവങ്ങൾ രാഹുലിൽ നിന്ന് കൂടുതൽ ആളുകൾ നേരിട്ടിട്ടുണ്ടാകാമെന്ന ഉത്തമ ബോധ്യം കൂടി ഉള്ളത് കൊണ്ടാണോ? നമ്മൾ ഈ ആരോപണം വന്ന സമയങ്ങളിൽ തന്നെ കണ്ടിരുന്നതാണ്. ഒരാളുടെ മെസ്സേജ് അല്ലെങ്കിൽ ഒരാളുടെ ചാറ്റ് മാത്രമല്ല നമ്മൾ കണ്ടത്. വാട്സപ്പ് ചാറ്റുകളും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ വന്നതും ടെലിഗ്രാമിലൂടെ ഒക്കെ വന്ന ഒരുപാട് പെൺകുട്ടികളുടെ അന്ന് തന്നെ ഒരുപാട് പെൺകുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. പക്ഷെ ആരും പരാതിയുമായി മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും ക്രൂഷ്യലായൊരു കാര്യം, ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ എന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിയും. അവിടെയാണ് എനിക്ക് ഈ നേതൃത്വവുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉയരുന്നത്. ശ്രീ സജന, എന്തുകൊണ്ട് താങ്കൾക്കുണ്ടായ ബോധ്യം കോൺഗ്രസിന്റെ നേതാക്കൾക്കുണ്ടായില്ല? ഒരിക്കലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ നേതാക്കൾക്ക് ഒരു തരത്തിലുമുള്ള സംശയങ്ങളും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പാർട്ടിക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സസ്പെൻഷനിലാക്കിയിരിക്കുന്നത്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഒരു കാര്യം കൂടി, ഇപ്പോഴിതാ താങ്കൾക്ക് നേരെ വലിയ സൈബർ ആക്രമണം നടക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങേയറ്റം മോശമായ പദപ്രയോഗമടക്കം താങ്കൾക്ക് നേരെ ഉയരുന്നുണ്ട്. അത് ഈ പാർട്ടി അനുഭാവികളുടെ ഭാഗത്ത് നിന്ന് തന്നെയല്ലേ? ഇതിൽ പാർട്ടി അനുഭാവികളാണോ അവർ എന്നുള്ളത് നമ്മൾ എടുത്തൊന്ന് പരിശോധിക്കേണ്ടുന്നതാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ ശക്തമായ ഒരു സ്റ്റാൻഡ് എടുത്തൊരു ആളാണ് ബഹുമാന്യനായ നേതാവ് ശ്രീ PT തോമസ്. അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ബഹുമാനപ്പെട്ട ഉമാ തോമസ് MLA ഉൾപ്പെടെ ഈ ഒരു ആരോപണം നടന്ന സമയത്ത് ആ ഉമാ തോമസ് ഉൾപ്പെടെ മുന്നോട്ട് വന്ന് അവരുടെ അതൃപ്തിയും രാഹുലിനെതിരെയുള്ള നിലപാടുകളും അറിയിച്ചപ്പോൾ ആ ഒരു നേതാവ് പോലും വളരെ മോശമായ രീതിയിൽ സൈബർ ഇടങ്ങളിൽ വേട്ടയാടപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും ഞാനും വേട്ടയാടപ്പെടാം എന്നുള്ളതിന് യാതൊരു രീതിയിലുള്ള വേട്ടയാടൽ താങ്കളുടെ ചേരിയിൽ നിന്ന് തന്നെയാണോ എന്നതാണ് സംശയം. അതെ, അതിലേക്കാണ് വരുന്നത്. അപ്പൊ അതൊരു സംശയം മാത്രമാണ്. കാര്യം ഒരു 1000 കമന്റ് വരുന്നതിൽ 990ഓളം കമന്റുകളും ഒരു
ലോക്ക്ഡ് ആയിട്ടുള്ള പ്രൊഫൈലുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് കോൺഗ്രസ്സുകാരാണെന്ന് സ്വയമേ പറഞ്ഞുകൊണ്ട് വരുന്ന കമന്റുകളാണ്. ആ പ്രൊഫൈലുകൾ എപ്പോഴും ലോക്കാണ്. വിദേശ രാജ്യങ്ങളിലാണോ എവിടെയാണ് അവരെന്ന് പോലും അറിയില്ല. കുറെ ഫേക്ക് ഐഡികൾ, അതിലൊക്കെ കോൺഗ്രസിന്റെ പേര് പറഞ്ഞ് അനാവശ്യമായി വരുന്ന കമന്റുകളാണ്. പല രീതിയിലുമുള്ള ഭീഷണിപ്പെടുത്തലുകൾ മെസ്സഞ്ചറിലും നേരിട്ടും മൊബൈലിലൂടെ വിളിച്ചുമൊക്കെ ഒരുപാട് രീതിയിൽ വരുന്നുണ്ട്. ശരി, അതിലൊരു ലീഗൽ നടപടിയിലേക്ക് പോകാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ക്ലിയർ ആയിട്ടില്ല. ഇതിലൊരു ലീഗൽ നടപടിയിലേക്ക് പോകാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒപ്പം പാർട്ടി നേതൃത്വത്തെ ഈ ഒരു സൈബർ ആക്രമണത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ആഗ്രഹമുണ്ടോ? ഇതൊരു ലീഗൽ മൂവ്മെന്റിലേക്ക് പോകുന്നതിനോട് താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒരു ഐഡന്റിറ്റി പോലും പുറത്ത് കാണിക്കാൻ ധൈര്യമില്ലാത്ത, അത്രയ്ക്ക് പോലും നട്ടൽ ഉറപ്പില്ലാത്തവരാണ് ഈ പ്രതികരണവുമായി മുന്നോട്ട് വരുന്ന സ്ത്രീകളെ. അതെ, ഭീരുക്കളാണ്. പ്രതികരണവുമായി ഇത്രയും ഉറച്ച ശബ്ദത്തോടെ മുന്നോട്ട് വരുന്ന സ്ത്രീകളെ അനാവശ്യം പറഞ്ഞുകൊണ്ട് വരുന്നത്. പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമോ? പാർട്ടി നേതൃത്വം ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ശരി ശരി, ഇത് കോൺഗ്രസ്സുകാരാണോ എന്ന് തന്നെ നമുക്ക് എന്തായാലും ഇനി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുമുള്ള സംരക്ഷണമോ കരുതലോ അനുകൂല പ്രസ്താവനയോ ഉണ്ടാകില്ല എന്ന് താങ്കൾ പ്രതീക്ഷിക്കുകയാണല്ലേ? അതെ, ഉറപ്പായും. ശരി, വളരെ നന്ദി പ്രതികരിച്ചതിന്. ശ്രീ ബലദേവ് അശോക് കുമാർ പറയൂ. രാഹുൽ വാരിയേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കുറെ കാലമായിട്ട് കേരളത്തിൽ കേൾക്കാറുണ്ട്. ആ ആളുകളായിരിക്കും ഇപ്പൊ ഈ പറഞ്ഞ സഹോദരിക്കെതിരായിട്ടുള്ള ഈ സൈബർ ആക്രമണത്തിൽ പിന്നിലെന്ന് നമ്മൾ സംശയിക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മളിവിടെ ഈ നേരത്തെ ഈ കേസിന്റെ സാങ്കേതികത്തെ കുറിച്ചൊക്കെ വലിയ ചർച്ച ചെയ്യുന്നത് കേട്ടു. ഒരു കാര്യം വളരെ പ്രധാനമാണ്. ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ് മാധ്യമ പ്രവർത്തകർ, മാധ്യമവും മാധ്യമ പ്രവർത്തകരും. ഇതിനിടയിൽ വളരെ വൈറ്റൽ ആയിട്ടുള്ള റോള് ചില മാധ്യമ പ്രവർത്തകർ വഹിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുകളെ ഒത്തുതീർക്കുന്നതിനും അട്ടിമറിക്കുന്നതിനും ഇതിൽ ഇടപെടുന്നതിനുമൊക്കെ വളരെ നിർണായകമായ ഇടപെടലുകൾ ചില മുതിർന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് തന്നെയാണ് അണിയറയ്ക്ക് പിന്നിലെ സംസാരം. അല്ല, അതിന് അണിയറയ്ക്ക് പിന്നിലെ സംസാരമല്ല. അങ്ങനെ മാധ്യമ പ്രവർത്തകർ ഇതൊക്കെ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ കുറ്റക്കാരാണ് ശ്രീ അശോക്. അതിനെ നിയമപരമായി നേരിടുകയാണ് വേണ്ടത്. തീർച്ചയായും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. മറ്റുള്ളവരുടെ കാര്യം അറിയില്ല. ന്യൂസ് 18 കേരളം എന്ന മാധ്യമത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് താങ്കൾ ഇത് പറയുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കേരളത്തിലെ ഏത് മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തക ഒരു അതിജീവിതയുടെ നീതി നിഷേധത്തിന് വേണ്ടി ഇടപെട്ടുവെങ്കിൽ അവർ നീതിക്ക് മുന്നിൽ ശിക്ഷിക്കപ്പെടേണ്ടവർ ആണ്. അവരുടെ ആ വ്യാജ മാധ്യമ പ്രവർത്തന മുഖം പിച്ചി ചേന്തേണ്ടതാണ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. അതിന് താങ്കൾക്ക് എവിഡൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ടെലികാസ്റ്റ് ചെയ്യാൻ ഒരുക്കമാണ് എന്നും പറയുന്നു. ഞാൻ പറഞ്ഞത് പൂർത്തീകരിക്കട്ടെ. ഞാൻ പറഞ്ഞത് അതല്ല. ഞാൻ പറഞ്ഞത് അതായത് മാധ്യമ പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഇതിന് പിന്നിൽ ഒത്തുതീർപ്പുകൾക്ക് ശ്രമിച്ചു എന്നുള്ള അണിയറയിലെ വർത്തമാനങ്ങൾ അത് പുറത്തു വരേണ്ടതാണ്. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഞാനല്ല, ഇവിടുത്തെ അന്വേഷണ ഏജൻസികളാണ്. ഞാൻ പറയുന്നത് അതായത് മാധ്യമ പ്രവർത്തകരുമായി എന്തെങ്കിലും ഇടപാടുകൾ രാഹുൽ മാങ്കൂട്ടം നടത്തുന്നുണ്ട് എങ്കിൽ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകരടക്കം വലിയ സൈബർ ആക്രമണം നേരിട്ട സംഭവമാണെന്ന് ഇത് പറയട്ടെ. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഗുണകരമാണ്. കാരണം എന്ന് വെച്ചാൽ ആ മാധ്യമ രംഗത്തുള്ള പ്രധാനപ്പെട്ട ആളുകൾ കൊടുക്കുന്ന വൈറ്റൽ ആയിട്ടുള്ള മൊഴികൾ നമ്മുടെ ജുഡീഷ്യറിക്ക് മുന്നിൽ അത് വലിയ വാല്യൂ ഉള്ള സംഗതികളാണ്. സാധാരണ ആൾ കൊടുക്കുന്നത് പോലെയല്ല. സംസ്ഥാനത്തെ പ്രധാന മാധ്യമ പ്രവർത്തകർ കൂട്ടിൽ വന്ന് അതിജീവിതയ്ക്കൊപ്പം നിന്ന് രാഹുലിനെതിരെ മൊഴി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷ ഈ കേസിൽ പ്രതീക്ഷിക്കുന്നു. ശരി, തീർച്ചയായും അങ്ങനെയുള്ളവരുണ്ട് എങ്കിൽ അത് നടത്തട്ടെ എന്ന് തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ഇതിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതൊന്നും ഒരു മാധ്യമ പ്രവർത്തകരുടെ ഉത്തരവാദിത്തമല്ല എന്ന നിലയിലാണ് ഞങ്ങൾ ഈ വാർത്തയെ സമീപിക്കാറുള്ളത്. ശരി, പറയൂ. അല്ല, കോൺഗ്രസ് പറയുന്നത് ഈ കാലഘട്ടത്തിൽ, ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇതല്ല ചർച്ച ചെയ്യേണ്ടത്, ശബരിമല കൊള്ളയാണ് ചർച്ച ചെയ്യേണ്ടത്. ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ദോഷമാണ്. ശബരിമല കൊള്ള ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ദോഷമാണ്. ശരി സജിന, എന്തായാലും ഞാൻ അവസാനിപ്പിക്കും മുമ്പ് ഈ അശോക് കുമാറിന്റെ പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചു കാണും. മാധ്യമപ്രവർത്തകരായി ഞങ്ങളെ അടക്കം വിമർശിക്കുന്നുണ്ട്. ഞാനതിനെ സ്വാഗതം ചെയ്യും. എനിക്കെതിരെയോ അല്ലെങ്കിൽ മറ്റൊരാൾക്കെതിരെയോ ഒക്കെ അന്വേഷണം നടത്തേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അന്വേഷിക്കണമെന്ന് അടിയുറച്ച് പറയുന്ന ആൾ ആണ് ഞാൻ.
അതിൽ ഒരു ധൈര്യക്കുറവുമില്ല. ഏതെങ്കിലും ഒരാളെ ബന്ധപ്പെടുന്നു തെറ്റായ രീതിയിലെങ്കിൽ അത് തുറന്നു കാണിക്കപ്പെടണം, അത് മാധ്യമപ്രവർത്തകരാണെങ്കിലും. താങ്കൾക്ക് അങ്ങനെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകരിൽ നിന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മാധ്യമപ്രവർത്തകരിൽ നിന്നൊന്നും എനിക്ക് ഇതുവരെ അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഏത് അല്ല, നേരത്തെ CPI-യുടെ ഒക്കെ നേതാവായ ചില വനിതകളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് വന്നിരുന്നോ എന്നൊക്കെയുള്ള തരത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. എനിക്കത്തരം ഇതൊന്നും വന്നിട്ടില്ല ഇതുവരെ. ശരി, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതിരോധം എന്നത് ഇതുവരെയും ഒരു പരാതി മുന്നിൽ ഇല്ലല്ലോ എന്നുള്ളതാണ്. ഇപ്പോഴിതാ പരാതിയുമായി യുവതി രംഗത്തെത്തിയ പശ്ചാത്തലമുണ്ട്. ഇനി തുടർ നടപടികൾ എന്തൊക്കെ, രാഹുലിന്റെ ഭാവി എന്ത് എന്നതാണ് അറിയേണ്ടത്. ഇവിടെ രാഹുൽ അറസ്റ്റിലേക്കോ എന്നതായിരുന്നു ഓൺലൈൻ വഴി ഞങ്ങൾ ചോദിച്ച ചോദ്യം. അതിൽ 46% പ്രേക്ഷകർ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ 49% പ്രേക്ഷകർക്ക് ആ പ്രതീക്ഷയില്ല. 5% പ്രേക്ഷകർ പ്രത്യേകിച്ച് നിലപാടുകളൊന്നും സ്വീകരിക്കുന്നുമില്ല. ക്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.